ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റ് ലിറ്ററൽ നൊട്ടേഷനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. സോ ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ബേസിക്കലി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റിനും ബേസിക്കലി അതൊരു ഒബ്ജക്റ്റാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റാണ്, ഇതൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഈ അപ്രോച്ച് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റ് ഒബ്ജക്റ്റിനും ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ബേസിക്കലി ഇതിൽ ടൈറ്റിലുണ്ട്, ഇമേജ് യുആർഎൽ, പ്രൈസ് ഉണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ എല്ലാം നമ്മൾ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇവയെല്ലാം സെയിം തന്നെയായിരിക്കും, ഡാറ്റ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇത്ര സെയിം സ്ട്രക്ചറുള്ള പല ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായ ക്ലാസ്സിലേക്കാണ്. സോ ഒബ്ജക്റ്റ് നമ്മൾ ആക്ച്വലി ആയിട്ട് കോഡിൽ വർക്ക് ചെയ്ത് കണ്ടിരുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ കാർട്ട് ഒബ്ജക്റ്റ് വേണം, പിന്നെ യൂസർ ഒബ്ജക്റ്റ് വേണം. സോ അങ്ങനെ ഒബ്ജക്ട്സ് ആണ് നമ്മൾ ആക്ച്വലായിട്ട് കോഡിൽ വർക്ക് ചെയ്യുന്ന റിയൽ തിങ്. പക്ഷേ ക്ലാസ്സസ് ഒബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. അതുകാരണം ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ഒബ്ജക്റ്റ് റീപ്ലേസ് ചെയ്യുന്നില്ല. പക്ഷേ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻറ്റ്സ് ആണ്, ഒബ്ജക്ട്സിന് വേണ്ടിയുള്ളത് ബ്ലൂ പ്രിൻറ്റ്സ് ആണ് എന്നത് നമുക്കാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ, ഒരു ഡിസൈൻ, ഒരു സ്ട്രക്ചർ എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. ആ ക്ലാസ് ബേസ്ഡ് ആയി ക്രിയേറ്റ് ചെയ്യുന്ന ആക്ച്വൽ ഒബ്ജക്റ്റിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് ആണ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന റിയൽ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ അങ്ങനെ പറയാം. ക്യുക്ക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു ചെയ്താം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇനി എന്ന് വെച്ചാൽ ഈ ക്ലാസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ താഴത്ത് യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ എഴുതാം, ക്ലാസ് PRODUCT പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇവിടെ പ്രോഡക്റ്റ് എന്ന ക്ലാസ് ഡിഫൈൻ ചെയ്തു. ഇതിപ്പോഴും ആക്ച്വൽ പ്രോഡക്റ്റ് ഒബ്ജക്റ്റ് അല്ല, ഇതൊരു ബ്ലൂ പ്രിൻ്റ് മാത്രമാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിലെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ക്ലാസ് നെയിം നമ്മൾ എഴുതും. സോ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം, പിന്നെ നമുക്കിത് ക്ലാസ് നെയിം അത് എഴുതണം. ഓക്കെ, ഇതിൻ്റെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം ഓൾവേസ് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നല്ലതാണ്. സോ ബേസിക്കലി അത് പ്രോഡക്റ്റ് ടെക്നിക്കലി ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, P ക്യാപ്സിൽ കൊടുക്കുന്നത്. ഈ പ്രോഡക്റ്റ് ടെക്നിക്കലി പോസിബിൾ ബട്ട് നോട്ട് റെക്കമെൻഡഡ് എന്ന് പറയും നമ്മൾ ചെറിയ പ്രോഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ. കണ്ടോ, ഇത് പോസിബിൾ ആണ് പക്ഷേ റെക്കമെൻഡഡ് അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ P ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മുമ്പ് എഴുതിയ പോലെ ഇങ്ങനെ എഴുതാം. പ്രോഡക്റ്റ് ഐറ്റം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റം, ഈ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ട് അങ്ങനെ എഴുതാം. സോ അത് വായിക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ എഴുതിയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമ്മുടെ കേസിൽ ഒരു ഐറ്റം എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ. ഷോപ്പിംഗ് കാർട്ട് ആണെങ്കിൽ എസും സിയും ക്യാപിറ്റലാക്കി ചെയ്താൽ സ്പേസസും ഡാഷസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ക്ലാസ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സിനകത്ത് ഒബ്ജക്റ്റിൽ എന്തെല്ലാം ഡാറ്റ ഉണ്ടാക്കണമെന്ന് ഡിഫൈൻ ചെയ്യണം. ഇവിടെ നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താ, ടൈറ്റിൽ വേണം, ഇമേജ് യുആർഎൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, അതിൻ്റെ ഒപ്പം പ്രൈസും വേണം. സോ ക്ലാസ്സിനകത്ത് ഇവയെ ഫീൽഡ്സ് എല്ലാം നമുക്ക് വിളിക്കാം. ഇതെല്ലാം ഫീൽഡ്സ് ആണ് ക്ലാസിൻ്റെ അകത്ത്. ഒരു ഇമ്പോർട്ടൻസ് ഇൻഡെക്സ് ഡിഫറൻസ് ഇവിടെ ശ്രദ്ധിക്കുക വെച്ചാൽ ഒബ്ജക്റ്റ് ലിറ്ററിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇവിടെ ടൈറ്റിൽ എഴുതിയിട്ട് മുകളിൽ കണ്ടു ടൈറ്റിലായിട്ട് കോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ക്ലാസ്സിനകത്ത് അങ്ങനെയല്ല. ക്ലാസ്സിനകത്ത് ഫീൽഡ് അസൈൻ ചെയ്യുന്നത് ഈക്വൽ ടു വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ടൈറ്റിൽ എഴുതണം. ടൈറ്റിൽ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ടൈറ്റിൽ ഈക്വൽ ടു, എന്നിട്ട് ഞാനിവിടെ FAULT ഡീഫോൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് സെമി കോളൻ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് ലിറ്ററിൽ നമ്മൾ കോളനാണ് യൂസ് ചെയ്തിരുന്നത് ഇവിടെ. പക്ഷേ ഇവിടുത്തെ കേസിൽ ക്ലാസിൻ്റെ കേസിൽ വരുമ്പോൾ അത് ഈ ഫീൽഡിൽ ക്ലാസ്സിൽ ഫീൽഡ് എന്ന് പറയുക. സോ ഫീൽഡ് അത് ഈക്വൽ ടു സൈനായിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലൈൻ എൻഡ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ലിറ്ററിൽ നമ്മൾ കോമ യൂസ് ചെയ്തിരുന്നത്, ഇവിടെ കോമ യൂസ് ചെയ്തിരുന്നത്. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ സെമി കോളനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. സോ നമുക്ക് ഇതുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫീൽഡ്സും കൂടി ആഡ് ചെയ്യാം. ഇമേജ് യുആർഎൽ, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ കൂടി ആഡ് ചെയ്യാം. സോ അതും കൂടി ഞാൻ എടുക്കുകയാണ്. ഇമേജ് യുആർഎൽ എന്ന് പറഞ്ഞിട്ട് എംപ്റ്റി സ്ട്രിംഗ് കൊടുക്കുകയാണ് തൽക്കാലം. പിന്നെ സെമി കോളൻ, പിന്നെ ഞാൻ ഒബ്ജക്റ്റ് എഴുതി അങ്ങനെ വരുന്നതാണ്. പിന്നെ ഇവിടെ പ്രൈസ് വേണം, പിന്നെ നമുക്ക് ലാസ്റ്റ് ഫീൽഡ് ഡിസ്ക്രിപ്ഷനും കൂടി ആഡ് ചെയ്യണം.
ഓക്കെ, ഈ ക്ലാസ്സസ് എന്താ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ക്ലാസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിനും ഈ 4 ഫീൽഡ് ഉണ്ടാക്കും. സോ ഡീഫോൾട്ടായിട്ട് ടൈറ്റിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്, ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇമേജ് യുആർ, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ഇത് 3 എംപ്റ്റി കൊടുക്കുന്ന പ്രൈസ് തൽക്കാലം നമുക്ക് 0ലേക്ക് കൊടുക്കാം. ഓക്കെ, കാരണം അത് ഫീൽഡാണല്ലോ, നമ്പർ ഫീൽഡ് ആയതുകൊണ്ട് 0 കൊടുക്കാം. സോ നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ ചെറിയ ടെർമിനോളജി പോയിന്റ് ഉണ്ട്. ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞു ഇതിനെ ഫീൽഡ് എന്നാണ് വിളിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ക്ലാസ് ബേസ്ഡ് ആയി ആക്ച്വൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെയിം വാല്യൂസിന് സാധാരണമായി പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ബേസിക്കലി ക്ലാസ്സിനകത്തുള്ള നമ്മൾ ഫീൽഡ് എന്ന് പറയും. ഒബ്ജക്റ്റ് ക്രിയേറ്റിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിനെ പ്രോപ്പർട്ടി എന്ന് പറയുക. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇത് 2 ടേം പലപ്പോഴും ഇൻ്റർചേഞ്ച് യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ കോഡ് പറഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ്, പ്രോഡക്റ്റ്, അതിൽ ഞാൻ ഈ ഫീൽഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെ നിങ്ങൾ ഈ ക്ലാസ് ഡിഫൈൻ ചെയ്തു, പക്ഷേ ആക്ച്വൽ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് അതിന് നമുക്കൊരു ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ക്ലാസ് നെയിം ഫംഗ്ഷൻ കോൾ പോലെ തന്നെ എഴുതാൻ പറ്റും, പക്ഷേ അതിന് മുമ്പ് ഒരു ന്യൂ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ക്ലാസ്സിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ കോൺസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒരു P1 ഈക്വൽ ടു ന്യൂ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് പ്രൊഡക്റ്റ് ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റൻസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ന്യൂ പ്രൊഡക്റ്റ് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക ബേസിക്കലി എന്നുള്ളത് ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അതിൽ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത ഫീൽഡ്സും പ്രോപ്പർട്ടീസുമായി വരും. അതിനാൽ കൺസോളിൽ റഫ്ലി ഇതുപോലെ നമുക്ക് റൺ ചെയ്തെടുക്കാനും പറ്റും. സോ ഞാനിവിടെ console.log p1 ചെയ്ത് നമുക്ക് എന്താ വരുന്നതെന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം. console.log of p1 സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം എന്താ വരുന്നതെന്നുള്ളത്. ഇൻസ്പെക്ട് കൺസോൾ കണ്ടോ. സോ കൺസോളിൽ റെഫിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് പ്രോഡക്റ്റിലുണ്ട് ഡീഫോൾട്ട്, ബാക്കിയൊക്കെ ഡീഫോൾട്ട് വാല്യൂ ഇല്ലാതാണ്. ഇതൊരു റിയൽ ഒബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ കോഡിൽ ഇതുമായിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് വീണ്ടും ഓർക്കണം, ക്ലാസ് തന്നെ ആക്ച്വൽ ഒബ്ജക്റ്റ് അല്ല, ക്ലാസ് ഒരു ടെംപ്ലേറ്റ് ആണ്. ന്യൂ പ്രൊഡക്റ്റ് എന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴാണ്, ന്യൂ വെച്ചിട്ട് ആ ക്ലാസ് നെയിം വിളിക്കുമ്പോഴാണ് അത് ആക്ച്വൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒബ്ജക്റ്റ് ലിറ്ററൽസ് ഒക്കെ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ക്ലാസ് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ലിറ്ററൽസ് നൊട്ടേഷൻ വളരെ നല്ലതാണ്, ക്വിക്കായി ഡാറ്റ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്. പക്ഷേ ക്ലാസസ് യൂസ്ഫുൾ ആണ് എപ്പോഴാണെന്ന് വെച്ചാൽ സെയിം സ്ട്രക്ചറുള്ള പല ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം, റീയൂസബിൾ ആയ ലോജിക്സ് വേണം, ഒബ്ജക്റ്റ് ക്രിയേഷൻ സെൻട്രലൈസ്ഡ് ആക്കണം, സ്ട്രക്ചേർഡ് റിപ്പീറ്റ് ചെയ്യാതെ ഈസിയായി ഒബ്ജക്ട്സ് ബിൽഡ് ചെയ്യണം. അതായത് ഇങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ക്ലാസ്സസ് ഒന്ന് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഡാറ്റ മാത്രം മാറുന്നുള്ളൂ, സ്ട്രക്ചർ സെയിം ആയ ഒബ്ജക്ട്സ് പലതുണ്ടെങ്കിൽ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ലിറ്റർ സ്റ്റൈൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഒബ്ജക്റ്റ് ലിറ്ററിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനും നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഓരോ ഒബ്ജക്റ്റ് ഇങ്ങനെ തന്നെ വന്നേക്കുന്നത്. സോ ക്ലാസ്സിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് ഡാറ്റ മാത്രം മാറ്റുന്നുള്ളൂ, സെയിം സ്ട്രക്ചറിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിവിടെ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചെയ്യുന്നത് കോൺസ്റ്റ് P2 എന്ന് പറഞ്ഞ് കൊടുക്കാം. P2 ഈക്വൽ ടു ന്യൂ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ സ്ട്രക്ചർ ഒരിക്കൽ ഡിഫൈൻ ചെയ്താൽ മതി, റിപ്പീറ്റഡ്ലി സെയിം ഷേപ്പ് തന്നെ മാനുവലി ആയിട്ട് എഴുതേണ്ടതില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറണ്ട് കോഡിൽ ഉള്ള പ്രൊഡക്ട്സിന് ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ നമുക്ക് ഡാറ്റ ഒന്ന് പാസ് ചെയ്യണം. സോ പ്രൊഡക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കറൻ്റ് ഇവിടെ. ഇനി ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഡാറ്റ പാസ് ചെയ്താൽ മതി, ക്ലാസ്സിലേക്ക് ഡാറ്റ പാസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫുൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇൻറ്റഗ്രേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ക്ലാസ്സസ് ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൺസോളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, കൺസോളിൽ നമ്മൾ എഴുതി ന്യൂ പ്രോഡക്റ്റ് എന്നുള്ളത്, പക്ഷേ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് നമുക്കത് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ കേസിൽ അത് പറയുന്ന പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കറക്റ്റ്ലി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും ഒരു ലിമിറ്റേഷൻ വെച്ചാൽ ഇപ്പോൾ ന്യൂ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും സെയിം ഡീഫോൾട്ട് വാല്യൂസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം ഡീഫോൾട്ട് വാല്യൂസ് തന്നെയാണ് നമുക്കിവിടെ കറൻ്റ്ലി നമുക്ക് കിട്ടുന്നത്. അതായത് എല്ലാ പ്രൊഡക്ട്സിനും സെയിം ടൈറ്റിൽ, സെയിം ഇമേജ് URL, സെയിം ഡിസ്ക്രിപ്ഷൻ, സെയിം പ്രൈസ് തന്നെയായിരിക്കും.
ഓക്കെ, നമ്മൾ ഇത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുള്ളൂ, ഇനിയും ക്രിയേറ്റ് ചെയ്ത് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ന്യൂ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വാല്യൂസ് പാസ് ചെയ്ത് ഓരോ പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ് ഡാറ്റ കൊടുക്കാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഇവിടെ പില്ലുണ്ട് ആദ്യം. ഓക്കെ, സോ ഒരു പ്രോഡക്റ്റ് പില്ലാകണം, മറ്റൊന്ന് കാർപ്പറ്റ് ആകണം. അങ്ങനെ ഇപ്പോൾ ടെക്നിക്കലി ക്രിയേറ്റ് ചെയ്ത ശേഷം ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്ത് അസൈൻ ചെയ്യാൻ വേണം. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, P1 ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം P1 ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു, അതൊരു ഏതംഗത്തിന് കോപ്പി ചെയ്യാം, എന്നിട്ട് ടൈറ്റിൽ എന്നുള്ളത് P1 ഡോട്ട് ടൈറ്റിൽ എന്നാക്കിയിട്ട് ഈക്വൽ ടു ഇവിടെ സെമി കോളൻ. സെയിം തിങ് ഇവിടെ P1 ഡോട്ട് ഇമേജ് URL ഈക്വൽ ടു സെമി കോളൻ. പിന്നെ ഇവിടെ P1 ഡോട്ട് പ്രൈസ് അത് എത്രയാണെന്ന് വെച്ചാൽ 20. ഓക്കെ, പിന്നെ നമുക്ക് P1 ഡോട്ട് ഡിസ്ക്രിപ്ഷനും കൂടി എഴുതാം. P1 ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ഈക്വൽ ടു സോഫ്റ്റ് ബില്ല്. ഓക്കെ, ഇങ്ങനെ കൊടുത്തത് വർക്ക് ചെയ്യും. സോ പക്ഷേ ഇത് എലിഗൻ്റ് അല്ല, കാരണം നമുക്ക് വേണ്ടത് ഒരു ഗോയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മളിത് കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വർക്ക് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കറസ്പോണ്ടിങ് ഡാറ്റ കിട്ടിയിട്ടുണ്ട്, സംഭവം വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇതൊരു എലിഗൻ്റ് മെത്തേഡ് അല്ല ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ ഗോയിൽ തന്നെ ലൈക്ക് എല്ലാം നമുക്ക് വേണം. അതായത് നമുക്ക് എങ്ങനെ ഒറ്റ ഗോയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഈ ഡാറ്റ ഇവിടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി പ്രൊഡക്റ്റിൽ. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വർക്കാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ പില്ലോ കൊടുക്കുക ആദ്യം. ഓക്കെ, ടൈറ്റിൽ, പിന്നെ ഇമേജ് URL, താഴേക്ക് ഇമേജ് URL, പിന്നെ വേണ്ടത് പ്രൈസ്. ഓക്കെ, പിന്നെ വേണ്ടത് ഡിസ്ക്രിപ്ഷനാണ്. എന്നിട്ട് ഞാനിത് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂസ് സെറ്റ് ആവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. ഇത് ചെയ്യാൻ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ കൺസ്ട്രക്ടറാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വരെയുള്ള കണ്ടൻറ്റ് മെയിൻ എൻഡിങ് ആണ്. സോ നമ്മൾ ഇനി ക്ലാസ് ഡിഫൈൻ ചെയ്യാനും ന്യൂ ഉപയോഗിച്ച് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചു. ഓക്കെ, ഇനി നമ്മളെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇനീഷ്യൽ വാല്യൂസ് പാസ് ചെയ്യാൻ കൺസ്ട്രക്ടർ യൂസ് ചെയ്യണം. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിത് കൊടുത്തത് വർക്ക് ആവുണ്ടോ നോക്കാം. ഞാൻ സേവ് ചെയ്തിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. സോ റീലോഡ് ചെയ്ത് വർക്ക് ആവില്ല, കാരണം നമ്മളിവിടെ ഒറ്റ ടൈമിൽ കൊടുത്തിട്ടുണ്ട്, വാല്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യണം. സോ വാല്യൂസ് ഇനീഷ്യൽ വാല്യൂസ് പാസ് ചെയ്യാൻ ബേസിക്കലി കൺസ്ട്രക്ടറാണ് യൂസ് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നതാണ് എങ്ങനെയാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരെ മോസ്റ്റ്ലി ഒബ്ജക്റ്റ് ലിറ്ററൽ നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കേസിൽ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത്തരം സെയിം സ്ട്രക്ചറുള്ള ഒബ്ജക്ട്സ് റിപ്പീറ്റഡ്ലി ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ മാനുവലായിട്ട് എഴുതുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് ആണ് ഒബ്ജക്ട്സിൻ്റെ എന്നുള്ളത്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ലിറ്ററിൽ നമ്മൾ പറഞ്ഞു കോളം വെച്ച് എഴുതണം എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് ലെറ്റർ നമ്മൾ കോളം വെച്ച് എഴുതണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ക്ലാസ്സസിൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ നമ്മുടെ ഈ സെമി കോളൻ ഈക്വൽ ടു ആക്കും. എൻഡിങ് വെച്ചിട്ട് സെമി കോളനിൽ വെച്ചിട്ട് നമ്മൾ എൻഡ് വെച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി എങ്ങനെ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാം, എങ്ങനെ വാല്യൂസ് ഇനീഷ്യൽ ഗോൾ പാസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ കൺസ്ട്രക്ടർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.